ഹലോ. അങ്ങനെ 5 മാസങ്ങൾക്ക് ശേഷം ഞാനും ആളും കൂടി ഒരു ട്രിപ്പ് പോകാന്നുള്ളൊരു പ്ലാനിങ്ങിൽ വന്നു കേട്ടോ. ട്രിപ്പ് എന്നൊക്കെ പറയുമ്പോൾ ഹണിമൂൺ ട്രിപ്പ് എന്നൊക്കെ പറയാം കേട്ടോ. കാരണം കല്യാണം കഴിഞ്ഞ് ഇന്നേ വരെ നമ്മൾ എവിടെയും പോയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഒരുപാട് കസിൻസിൻ്റെ കല്യാണവും എൻഗേജ്മെൻറ്റൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് എവിടെയും പോകാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പോഴാണ് ഒരു സമയം ഒത്തു വന്നത്. അപ്പോൾ നമ്മൾ നേരെ വെച്ച് പിടിച്ചു കേട്ടോ വയനാട്ടിലേക്ക്. പോണ വഴിക്ക് കുറേ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ പോകുമ്പോഴാണ് കേട്ടോ ഈ ഒരു ബോച്ചയുടെ ഷാപ്പ് കാണുന്നത്. അപ്പം നമ്മൾ വിചാരിച്ചു അവിടെ ഇറങ്ങി നല്ല ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാമെന്നുള്ളത്. കാരണം ഒരു 12 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്നാൽ ഫുഡൊക്കെ കഴിച്ച് നേരെ റിസോർട്ടിലേക്ക് പിടിക്കാമെന്നുള്ളത്. പക്ഷേ സത്യം പറയുകയാണെങ്കിൽ എനിക്ക് അവിടുത്തെ ഫുഡ് ഒട്ടും ഇഷ്ടമായില്ല കേട്ടോ. കാരണം ഒട്ടും ചൂടുണ്ടായിരുന്നില്ല ഫുഡ്. നല്ല തണുത്ത് മറിയിച്ച ഫുഡൊക്കെ ആയിരുന്നു കേട്ടോ അവർ സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ നല്ല എക്സ്പെക്റ്റേഷൻ വെച്ചിട്ടാണ് അവിടെ പോയതെങ്കിലും പക്ഷേ നമുക്ക് ആ ഫുഡ് ഭയങ്കരമായിട്ട് ഫ്ലോപ്പായിപ്പോയി കേട്ടോ. എന്താണെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ നല്ല ഫ്ലോപ്പായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കാഴ്ചകളൊക്കെ കണ്ട് പയ്യെ നമ്മൾ ആ റിസോർട്ടിലെത്തി കേട്ടോ. 2 മണിക്കായിരുന്നു ചെക്കിന്. പക്ഷെ നമ്മൾ 1:30 ആയപ്പോൾ തന്നെ ആ റിസോർട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടുന്ന് ചെക്കിനൊക്കെ ചെയ്ത് നേരെ റൂമിൽ പോയി കേട്ടോ. ഞാൻ ശരിക്കും ആൾക്ക് അവിടെ ഒരു ചെറിയൊരു സർപ്രൈസ് ഞാൻ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ തന്നെ ആൾ നെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് എന്നുള്ളൊരു ഭാവത്തിലാണ് ഞാൻ തിരിഞ്ഞു നോക്കിയിട്ടുണ്ടായിരുന്നത്. കാരണം എന്ന് വെച്ചാൽ ആൾക്ക് ഒരു രീതിക്കും ക്ലൂ ഞാൻ എവിടെയും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. സാധാരണ ഞാൻ എന്തെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആൾ കൈയോടെ എന്നെ പൊക്കാറുണ്ട്. പക്ഷെ ഇത് എവിടെയും ഞാനൊരു ക്ലൂ പോലും കൊടുക്കാണ്ട് ഞാൻ നല്ല രീതിക്ക് മാനേജ് ചെയ്ത് പോയി കേട്ടോ. ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് സിമ്പിളായിട്ടൊരു ഫ്ലവർ വെച്ചൊന്ന് ഡെക്കറേഷൻ ചെയ്യണം എന്നുള്ളതാണ്. അവർ അതേപോലെ തന്നെ സിമ്പിളായിട്ടൊരു ഡെക്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ റിസോർട്ട് വരുന്നത് നമ്മുടെ വയനാട്ട് വൈത്തിരിയിലാണ് കേട്ടോ. നമ്മൾ നേരെ റൂമിലൊക്കെ കയറി പുറത്തൊക്കെ ഇറങ്ങി നല്ല കാഴ്ചയൊക്കെ കണ്ടിങ്ങനെ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്ത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ.